വെട്ടിച്ചിറ ടോൾ ബൂത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രതിഷേധമിരമ്പി. നിർമ്മാണം പൂർത്തിയാകാതെ ടോൾ പിരിവ് അനുവദിക്കില്ലെന്ന് പ്രഖ്യാപനം. വളാഞ്ചേരി ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപേ വെട്ടിച്ചിറയിൽ ടോൾ പിരിവ് ആരംഭിച്ച നടപടിക്കെതിരെ മുസ്ലിം ലീഗ് കോട്ടക്കൽ തിരൂർ നിയോജകമണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ബഹുജന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കുറ്റിപ്പുറം പാലം, വളാഞ്ചേരിയിലേക്കുള്ള സർവീസ് റോഡ്, കൂരിയാട് പാലം തുടങ്ങിയ പ്രധാന പ്രവൃത്തികൾ പാതിവഴിയിലായ സാഹചര്യത്തിൽ ടോൾ പിരിക്കുന്നത് ജനദ്രോഹമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുസ്ലിം ലീഗ് സമരരംഗത്തിറങ്ങിയത്. വെട്ടിച്ചിറയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം സർവീസ് റോഡ് വഴി ടോൾ ബൂത്തിലേക്ക് നീങ്ങി. ടോൾ പ്ലാസയ്ക്ക് സമീപം പോലീസ് വടംകെട്ടി മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്ന് അധികൃതർ പിന്മാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരൂർ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി വെട്ടം ആലിക്കോയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി P. സൈദലവി മാസ്റ്റർ, തിരൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് കോട്ടയിൽ കരീം, കോട്ടക്കൽ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സലാം വളാഞ്ചേരി, സിദ്ദീഖ് പരപ്പാര എന്നിവർ പ്രസംഗിച്ചു. ജനപ്രതിനിധികളായ KP വഹീദ, ജില്ലാ പഞ്ചായത്ത് അംഗം ഹസിന വട്ടോളി, വളാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ AV അജയൻ, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ AP സബാഹ്, കൈപ്പള്ളി അബ്ദുള്ളക്കുട്ടി, OK സുബൈർ, KT ആസാദലി, സലാം മാധവനാട്, അഡ്വക്കേറ്റ് PP ഹമീദ് തുടങ്ങിയവരും വിവിധ കീഴ്ഘടക ഭാരവാഹികളും സമരത്തിന് നേതൃത്വം നൽകി. നമ്മുടെ ഈ ദേശീയപാതയിലെ ചുങ്കപ്പിരിവ് എന്ന് പറഞ്ഞാൽ കാട്ടുകൊള്ള ഇന്ന് ആരംഭിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാട്ടിലെ നല്ല റോഡുകൾ വേണം, യാത്രക്കാർക്ക് സൗകര്യം വേണം, എല്ലാത്തിനും ഈ നാട്ടുകാർ തയ്യാറാണ്. നാട്ടുകാർ അതിനൊപ്പം നിന്ന ആളുകളാണ്. ഈ റോഡ് വരാനുള്ള ഭൂമി വിട്ടുകൊടുത്തത് ഇവരാണ്. ഇവിടെ റോഡ് നിർമ്മാണത്തിനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തത് ഈ നാട്ടുകാരാണ്. എല്ലാ അർത്ഥത്തിലും നാട്ടുകാർ ഈ റോഡ് നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഒപ്പം നിന്ന ആളുകളാണ്. പക്ഷേ പ്രാധാന്യവും ഇതിന്റെ ഒരു അനിവാര്യതയും ഇവിടുത്തെ ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഭരണകൂടങ്ങൾക്ക് കണ്ണു തുറക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ജനങ്ങളുടെ പ്രതിഷേധം വമ്പൻ പ്രതിഷേധമായി മാറാനിരിക്കുകയാണ്. ഈ റോഡ് എന്തിനാണ്? ജനങ്ങൾക്ക് സഞ്ചരിക്കാനാണോ? അതോ ഈ റോഡ് നിർമ്മിച്ച കമ്പനിക്ക് പണം ഉണ്ടാക്കാനാണ്? റോഡ് പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്നതിന് മുമ്പ് പണപ്പിരിവ് തുടങ്ങും. ടോൾ ബൂത്തിനെ മുഖമാക്കി വെച്ച് കൊള്ളയടിക്കാനുള്ള ഒരു മാർഗമായി ഭരണകൂടം ഇതിനെ കാണും. കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ, ഒരു വിളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത്. സംസ്ഥാന സർക്കാരിന്റെ K-ഫോൺ, രാജ്യത്തിന്റെ സ്വന്തം BSNL, റെയിൽവേയുടെ റെയിൽവയർ, കൂടാതെ ഏഷ്യനെറ്റ്, എക്സ്ട്രനെറ്റ്, അലയൻസ്, കേരള വിഷൻ, വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൗജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേയൊരു സ്ഥാപനം യാനെറ്റ് സൊല്യൂഷൻസ്. ഞങ്ങളുടെ പ്രത്യേകതകൾ: നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം, സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം, ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ, കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ, കൃത്യതയോടെയുള്ള സേവനം, കൂടാതെ TV ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ. യാനെറ്റ് സൊല്യൂഷൻസ്, റിയലി എ സൊല്യൂഷൻ ഫോർ യു. കോൺടാക്ട് ചെയ്യൂ 9847789444 or 9961789111.